ഇന്ത്യ പോലുള്ള ചില രാജ്യങ്ങളിൽ കൊലപാതകം നടത്തിയാൽ യാതൊരുവിധ പ്രശ്നവുമില്ല. കുറച്ചു വർഷത്തെ ജയിൽവാസത്തിന് ശേഷം സുഖമായി നാട്ടിലിറങ്ങി ജീവിക്കാം. എന്നാൽ അറബ് നാടുകളിൽ അബദ്ധത്തിൽ പോലും ആരുടെയെങ്കിലും ജീവൻ നഷ്ടമായാൽ വധശിക്ഷ 100% ഉറപ്പുള്ള കാര്യമാണ്. പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ മാപ്പു നൽകണം. ഇനി യൂറോപ്യൻ രാജ്യങ്ങളിലാണ് എങ്കിൽ വധശിക്ഷ തന്നെയില്ല. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. അബുദാബിയിൽ ഇന്ത്യക്കാരിയായ യുവതിയെ തൂക്കിലേറ്റിയതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കനക്കുകയാണ്. കഴിഞ്ഞ മാസം ഫെബ്രുവരി 15-ാം തീയതിയാണ് ഉത്തർപ്രദേശ് സ്വദേശിയായ ഷെഹസാദി ഖാൻ എന്ന 33-കാരിയെ അബുദാബി ഭരണകൂടം തൂക്കിലേറ്റിയത്. തൂക്കിലേറ്റുന്നതിന്റെ തലേ ദിവസം ഫെബ്രുവരി 14-ാം തീയതി ഷെഹസാദി ഖാൻ ഉത്തർപ്രദേശിലുള്ള തന്റെ വീട്ടിലേക്ക് ജയിലിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു. അന്ന് ഷെഹസാദി ഖാൻ പിതാവായ സാബിർ ഖാനോട് പറഞ്ഞത്, ഇതുവരെ തന്നെ പാർപ്പിച്ചിരുന്ന സെല്ലിൽ നിന്ന് പുതിയ ഒരു സെല്ലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തന്റെ വധശിക്ഷ നടപ്പിലാക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇതോടുകൂടി പിതാവായ സാബിർ ഖാൻ ഇന്ത്യൻ എംബസിയെ സമീപിച്ചിരുന്നു. പക്ഷേ എംബസി അധികൃതർ സാബിർ ഖാനോട് പറഞ്ഞത്, അബുദാബിയിലെ ജയിൽ അധികൃതരുമായി തങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ വധശിക്ഷ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും അബുദാബിയിലെ ജയിൽ അധികൃതർ തങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നാണ്. ഇതിനു പുറമെ സാബിർ ഖാൻ തന്റെ മകളുടെ നിലവിലുള്ള അവസ്ഥ അറിയുന്നതിനു വേണ്ടി ഡൽഹി ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു. ഷെഹസാദി ഖാന്റെ ദയാഹർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി തങ്ങൾ മുന്നോട്ടു പോവുകയാണ് എന്നാണ് അബുദാബിയിലെ ഇന്ത്യൻ എംബസി ഷെഹസാദി ഖാന്റെ പിതാവായ സാബിർ ഖാനെ അറിയിച്ചത്. എന്നാൽ ഇതിനിടെ തികച്ചും അപ്രതീക്ഷിതമായി അബുദാബിയിലെ ജയിൽ അധികൃതർ ഷെഹസാദി ഖാന്റെ വധശിക്ഷ നടപ്പിലാക്കുകയാണ് ഉണ്ടായത്. വധശിക്ഷ നടപ്പിലാക്കി 12 ദിവസം കഴിഞ്ഞതിനു ശേഷം ഫെബ്രുവരി 28-ാം തീയതി മാത്രമാണ് വധശിക്ഷ നടപ്പിലാക്കിയ കാര്യം അബുദാബി ഭരണകൂടം ഇന്ത്യൻ എംബസിയെ അറിയിച്ചത്. ഇതിനെ തുടർന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കടുത്ത പ്രതിഷേധമാണ് UAE വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുള്ളത്. ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഹർജിയുള്ളതിനാൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയെയും ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. എന്തിനാണ് ഷെഹസാദി ഖാനെ അബുദാബി ഭരണകൂടം വധശിക്ഷയ്ക്ക് വിധിച്ചത്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഷെഹസാദി ഖാന്റെ കുടുംബ പശ്ചാത്തലവും എങ്ങനെയാണ് ഷെഹസാദി ഖാൻ അബുദാബിയിലെത്തിയത് അതുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു വിവരണം. ഉത്തർപ്രദേശിലെ ബന്ദ ജില്ലയിലെ ഗൊയ്റമുഗ്ലി ഗ്രാമത്തിലെ കർഷകനായ സാബിർ ഖാന്റെ മകളാണ് ഷെഹസാദി ഖാൻ. ഷെഹസാദി ഖാന് കുട്ടിക്കാലത്ത് 8 വയസ്സ് പ്രായമുള്ള സമയത്ത് അബദ്ധത്തിൽ ചൂടുവെള്ളത്തിൽ വീണ് ഷെഹസാദി ഖാന്റെ ശരീരമാസകലം പൊള്ളലേറ്റതാണ്. പിതാവായ സാബിർ ഖാൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്, ഷെഹസാദി ഖാന്റെ വധശിക്ഷ നടപ്പിലാക്കിയതിനു ശേഷം പ്രതികരിച്ചത്, തന്റെ മകൾ 8-ാം വയസ്സിൽ തീപ്പൊള്ളലേറ്റതാണ്. അതിനുശേഷം തന്റെ മകൾ ജീവിതത്തിൽ ഇതുവരെ സന്തോഷം എന്താണ് എന്ന് അനുഭവിച്ചിട്ടില്ല എന്നാണ് സാബിർ ഖാൻ വളരെ വേദനയോടുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. കോവിഡ് കാലഘട്ടത്തിൽ ഷെഹസാദി ഖാൻ ഒരു സാമൂഹിക സംഘടനയുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. ഈ സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ഹുസൈർ എന്ന സാമൂഹിക പ്രവർത്തകനും അതുപോലെ ബിസിനസ്സുകാരനുമായ ഒരു വ്യക്തിയുടെ നിർബന്ധപ്രകാരമാണ് ഷെഹസാദി ഖാൻ അബുദാബിയിലെത്തിയത്. അബുദാബിയിൽ തന്റെ ബന്ധുക്കളുണ്ട്. അവിടെ ഒരു താൽക്കാലിക ജോലിയും അതുപോലെ മുഖത്ത് പൊള്ളലേറ്റതിന് ലേസർ ചികിത്സയും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഷെഹസാദി ഖാനെ ഹുസൈർ അബുദാബിയിലെത്തിച്ചത്. ഏതാനും മാസങ്ങൾ മാത്രം അബുദാബിയിൽ നിന്നാൽ മതിയെന്നാണ് ഹുസൈർ ഷെഹസാദി ഖാനോടും പിതാവായ സാബിർ ഖാനോടും പറഞ്ഞത്. എന്നാൽ ഹുസൈർ ഇവരെ പൂർണ്ണമായും വഞ്ചിക്കുകയാണ് ഉണ്ടായത്. ഒരു ബോണ്ട് വിസയിലാണ് ഷെഹസാദി ഖാനെ ഹുസൈർ അബുദാബിയിലെത്തിച്ചത്. അവിടെ തന്റെ ബന്ധുവും ആഗ്ര സ്വദേശികളായ സെയ്ഫും അവരുടെ ഭാര്യയായ നാദിയയുമുണ്ട്. അവരുടെ വീട്ടിലേക്ക് ഒരു വീട്ടുജോലിക്കാരിയായിട്ടാണ് ഷെഹസാദി ഖാനെ ഹുസൈർ അവിടേക്ക് എത്തിച്ചത്. മാസങ്ങളോളം അവിടെ ജോലി ചെയ്തുവെങ്കിലും ഇവർ ഷെഹസാദി ഖാന് ശമ്പളമായി യാതൊന്നും നൽകിയിരുന്നില്ല. 2021 ഡിസംബർ മാസത്തിലാണ് ഷെഹസാദി ഖാൻ അബുദാബിയിലെത്തുന്നത്. 2022 ഓഗസ്റ്റ് മാസത്തിൽ വീട്ടുടമസ്ഥയായ നാദിയ പ്രസവിച്ചു. വീട്ടുകാരിയായ നാദിയ പ്രസവിച്ചതോടുകൂടി കുഞ്ഞിനെ നോക്കുക എന്നതായിരുന്നു ഷെഹസാദി ഖാന്റെ ജോലി. എന്നാൽ 2022 ഡിസംബർ 7-ന് വെറും 4 മാസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞ് അപ്രതീക്ഷിതമായി മരണപ്പെടുകയാണ് ഉണ്ടായത്. കോവിഡ് വാക്സിൻ കൊടുത്ത് കുട്ടിയെ
വീട്ടിലേക്ക് കാറിൽ കൊണ്ടുവരുന്നതിനിടെയാണ് കുട്ടി മരണപ്പെട്ടത് എന്നാണ് വാർത്ത. അതല്ല, കുട്ടി വീട്ടിലെത്തിയതിനു ശേഷമാണ് മരണപ്പെട്ടത് എന്ന മറ്റൊരു വാർത്തയുമുണ്ട്. എന്തായാലും കുട്ടി മരണപ്പെട്ടു. കുട്ടി മരണപ്പെട്ടതോടുകൂടി എങ്ങനെയാണ് കുട്ടി മരണപ്പെട്ടത് എന്നറിയുന്നതിനു വേണ്ടി കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ഹോസ്പിറ്റൽ അധികൃതർ കുട്ടിയുടെ രക്ഷിതാക്കളോട് ആവശ്യപ്പെട്ടുവെങ്കിലും ഹോസ്പിറ്റൽ അധികൃതരുടെ ഈ ആവശ്യം തള്ളിക്കൊണ്ട് കുട്ടിയുടെ കബറടക്കം രക്ഷിതാക്കൾ നടത്തുകയാണ് ഉണ്ടായത്. എന്നാൽ പിന്നീടാണ് കാര്യങ്ങളെല്ലാം മാറി മറയുന്നത്. 2022 ഫെബ്രുവരി 10 കുട്ടിയുടെ രക്ഷിതാക്കൾ ഒരു വീഡിയോ അബുദാബി പോലീസിൽ ഹാജരാക്കി. ആ വീഡിയോയിൽ ഷഹസാദി ഖാൻ പറയുന്നത് കുട്ടിയെ താൻ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഷഹസാദി ഖാൻ തന്റെ മാതാപിതാക്കളോടും അതുപോലെ അബുദാബി പോലീസിനോടും കോടതിയോടും പറഞ്ഞത് താൻ കുഞ്ഞിനെ കൊന്നിട്ടില്ല എന്നതാണ്. വീഡിയോ വീട്ടുകാർ തന്നെ പീഡിപ്പിച്ച് നിർബന്ധപൂർവം എടുത്തു എന്നാണ്. പക്ഷേ ഷഹസാദി ഖാന്റെ എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ട് 2022 ജൂലൈ 31 ഷഹസാദി ഖാനെ അബുദാബി കോടതി വധശിക്ഷക്ക് വിധിക്കുകയാണ് ഉണ്ടായത്. വധശിക്ഷ വിധിച്ചതോടെ താൻ നിരപരാധിയാണ്, തന്റെ വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷഹസാദി ഖാൻ ദയാഹർജികൾ സമർപ്പിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് കഴിഞ്ഞ മാസം ഫെബ്രുവരി 15 ഷഹസാദി ഖാന്റെ വധശിക്ഷ അബുദാബി ഭരണകൂടം നടപ്പിലാക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യൻ എംബസിയെ പോലും അവർ ഇക്കാര്യം അറിയിച്ചിരുന്നില്ല. 12 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇക്കാര്യം ഇന്ത്യൻ എംബസിയെ അറിയിച്ചത്. ഇതിനെ തുടർന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അതിശക്തമായ പ്രതിഷേധമാണ് UAE വിദേശകാര്യ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുള്ളത്. ഷഹസാദി ഖാന്റെ വധശിക്ഷ നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ട് ഷഹസാദി ഖാന്റെ പിതാവായ സാബിർ ഖാൻ പ്രതികരിച്ചത് ഇന്ത്യൻ എംബസി വേണ്ട രീതിയിൽ പ്രവർത്തിച്ചില്ല എന്നാണ്. അതുപോലെ അബുദാബി ഭരണകൂടം തന്റെ മകളോട് അങ്ങേയറ്റം നീതികേടാണ് കാണിച്ചത് എന്നാണ് ഷഹസാദി ഖാന്റെ പിതാവായ സാബിർ ഖാൻ ആരോപിക്കുന്നത്. ഷഹസാദി ഖാന്റെ വധവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും UAEയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതിനിടെ ഇന്ന് ഷഹസാദി ഖാന്റെ കബറടക്കം അബുദാബിയിൽ വെച്ച് നടക്കുമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ.